കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ തിയറി ക്ലാസ് പറഞ്ഞിരുന്നു. ആ തിയറി ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ സെക്ഷനിൽ പ്രത്യേകം പറഞ്ഞു നമ്മൾ കെമിസ്ട്രിയിൽ ടെക്സ്റ്റ് ബുക്കിൽ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോൾവ്ഡ് എക്സാമ്പിൾ, ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യനും അതുപോലെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ടാവുന്ന എക്സസൈസ് ക്വസ്റ്റ്യനും. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ് സോൾവ്ഡ് എക്സാമ്പിളും ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യനും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ C2H6O2 in a solution containing 20% of C2H6O2 by mass. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷൻ വളരെ ചുരുക്കിയിട്ട് എഴുതുന്നു. അപ്പോൾ ഈ എത്തിലീൻ ഗ്ലൈക്കോൾ എന്നുള്ള ചുരുക്കിയിട്ട് നമ്മൾ EG എന്ന് എഴുതിയത്. മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലം ചെയ്യാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോളും നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, 20% കേട്ടോ, 20% സൊല്യൂഷൻ ഓഫ് C2H6O2 ബൈ മാസ് എന്നാണ്. അപ്പോൾ അവിടെ ബൈ മാസ് എന്ന് പറഞ്ഞു കൊടുത്തത് മാസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ്റെ ടോട്ടൽ വെയ്റ്റ് 100 gram ആണ്. അങ്ങനെയെങ്കിൽ എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ വെയ്റ്റ് എത്ര വരിക? 20 വരും. വാട്ടർ എത്ര വരുന്നത് നോക്കിയേ, വാട്ടർ വരുന്നത് ബാക്കി 80, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോളിക്കുലാർ മാസ് 62 ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, കണ്ടോ, അതിൻ്റെ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ C2H6O2 എന്നാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. അത് ചെയ്താൽ നമുക്ക് 0.322 മോൾ എന്ന് കിട്ടും. ഇതേ രൂപത്തിൽ നമ്മൾ വാട്ടറിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നു. വാട്ടറിൻ്റെ ഗിവൺ മാസ് 80 ഡിവൈഡഡ് ബൈ 18 വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്സാണ്. അത് ചെയ്തപ്പോൾ നമ്മൾ നോക്കിയേ 4.44 എന്ന് കിട്ടി. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.322 ഡിവൈഡഡ് ബൈ 0.32 പ്ലസ് 4.44 ഇങ്ങനെ ചെയ്തു. റെഡി? അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 0.068 എന്ന് കിട്ടും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും പരീക്ഷയ്ക്ക്. അപ്പോൾ 0.068 എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ 2 കമ്പോണൻസേ ഉള്ളൂ. ഒന്ന് സൊല്യൂഷൻ ആയതുകൊണ്ട് എത്തിലീൻ ഗ്ലൈക്കോളും ഉണ്ട്, വാട്ടറും ഉണ്ട്. 2 പേരുടെ മോൾ ഫ്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 1 എന്നാണ് കിട്ടുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ നമ്മളൊന്ന് കണ്ടുപിടിക്കുന്നു. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 1 മൈനസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.932, ദാറ്റ് ഈസ് 0.068 ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 0.932 മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കിയേ. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram NaOH in 450 ml സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത ആ രൂപത്തിൽ തന്നെ ഇത് നമ്മൾ ചെയ്യുന്നത്. അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ എന്നാണ് പറഞ്ഞിരുന്നത്, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MC = WB by MBV into 1000. ഇങ്ങനെ ചെയ്തു, WB by MBV into 1000. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് എഴുതാൻ നോക്കി. WB എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് WB = എത്ര? സൊല്യൂട്ടിൻ്റെ വെയിറ്റ് 5 gram. റെഡി? ഇനി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് MBC = ഇവിടൊക്കെ നമുക്ക് പരിചയമുള്ള കോമ്പൗണ്ടേ വരൂ.
നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്ന പരിചയമുള്ള കോമ്പൗണ്ട്സ് മാത്രമേ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാറുള്ളൂ. അപ്പോൾ NaOHൻ്റെ മോളാർ മാസ് സോഡിയം 23, ഓക്സിജൻ 60, ഹൈഡ്രജൻ 1 ചെയ്താൽ നമുക്ക് 40 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിയ വോളിയം. ഇനി അടുത്ത് വേണ്ടത് വോളിയമാണ്. VC = 450 ml. 450 ml. ഇനി വാല്യൂ നമ്മൾ ഈ മൊളാരിറ്റിയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ MC = WB എന്ന് പറയുന്നതിന് പകരം നമ്മൾ നോക്കിയേ 5 എന്ന് കൊടുക്കുക. 5 / 40. ദെൻ വോളിയം എത്രയാ? 450 × 1000. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? മോളാർ. എത്രയാണോ നമ്മൾ ആ വാല്യൂ കിട്ടുന്നത് യൂണിറ്റ് നമ്മൾ എഴുതുന്നു. മോളാർ എന്ന് എഴുതാം, അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ശ്രദ്ധിച്ച് നോക്കിയേ. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് 2.5 gram CH3COH in 75 gram ബെൻസീൻ. ഇപ്പോൾ നേരത്തെ ചെയ്ത 2 പ്രോബ്ലം അതേ രൂപത്തിൽ നമ്മൾ ഇതും ചെയ്തു വരുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക. ഓർമ്മ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ മൊളാലിറ്റി പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്, സ്മോൾ ലെറ്റർ M. മൊളാലിറ്റി = WB/MBWA × 1000. ഓക്കെ, ഇനി നോക്കൂ, WB വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. WB ഇവിടെ നോക്കിയേ, WB എന്ന സൊല്യൂട്ടാണ്. എത്തനോയിക് ആസിഡ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൻ്റെ ഫോർമുലയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ CH3COH. ദെൻ ഇൻ 75 gram ബെൻസീൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ, CH3COH ആണ് സൊല്യൂട്ട്. സൊല്യൂട്ടിൻ്റെ വെയിറ്റ് 2.5 / സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ് കാർബൺ 12, 2 കാർബൺ 24. ദെൻ പിന്നെ 2 ഓക്സിജൻ കണ്ടോ 32. 32 24 എത്രയാണ് വരുന്നത് നോക്കൂ. ഇനി പ്ലസ് 4 എത്ര വരും? 60. അപ്പോൾ 2.5 / 60. ഇനി WA എന്ന് പറയുമ്പോൾ വെയിറ്റ് ഓഫ് സോൾവെൻ്റ് ആണ്. അത് 75 × 1000. ഇനി ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ, കാൽക്കുലേറ്ററിൽ ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ ആൻസർ കിട്ടി. ഇനി നമ്മൾ അടുത്ത തിയറി പോർഷനാണ് പറയുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള 3 പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇനി തിയറി ക്ലാസ്. ഈ തിയറി ക്ലാസ്സിൽ അടുത്ത തിയറി ക്ലാസ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സൊല്യൂഷൻ എന്നുള്ള ഭാഗം നമ്മൾ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ സൊല്യൂഷന് നമ്മൾ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് 3 ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് സോളിഡ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, ഗ്യാഷ്യസ് സൊല്യൂഷന്. ഇനി നമ്മൾ ഇതിൽ പറയുന്നത് ലിക്വിഡ് സൊല്യൂഷനെ കുറിച്ചാണ്. ലിക്വിഡ് സൊല്യൂഷൻ. ഈ ലിക്വിഡ് സൊല്യൂഷനിൽ 3 ടൈപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓർക്കുന്നുണ്ടോ? ഒന്ന് സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിൽ വരാം, സൊല്യൂട്ട് ലിക്വിഡ് സ്റ്റേറ്റിൽ വരാം, സൊല്യൂട്ട് ഗ്യാസ് സ്റ്റേറ്റിൽ വരാം. ഇനി നമ്മൾ ഈ 3 ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷനിൽ ഫസ്റ്റ് ടൈപ്പ് സോളിഡ് സൊല്യൂഷൻ. ഈ സോളിഡ് ഈസ് ലിക്വിഡ് സോൾവെൻറ്റിൽ ഡിസോൾവ്. ഓർക്കണേ, ഇത് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാൻ കാരണം ഇത് സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ സോൾവെൻറ്റ് ഇത് സൊല്യൂട്ടിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മളൊരു ബീക്കർ എടുത്തു. നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ, വളരെ സിമ്പിൾ പാർട്ടാണ്. ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറിൽ നമ്മൾ വാട്ടർ എടുത്തു. ഈ വാട്ടറിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, NaCl സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. ഈ സോഡിയം ക്ലോറൈഡ് സോൾഡ് സ്റ്റേറ്റിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ടൈപ്പ് സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? ആദ്യം ഞാൻ 1 gram സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. എത്ര? 1 gram സോഡിയം ക്ലോറൈഡ്. ഈ 1 gram സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ അത് ഡിസോൾവ് ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സോഡിയം ക്ലോറൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഡിയം ക്ലോറൈഡ് കാണുന്നില്ല, അതിൽ ഡിസോൾവ് ചെയ്തു. എത്ര? 1 gram ഡിസോൾവ് ചെയ്തത്. വീണ്ടും 1 gram ആഡ് ചെയ്തു, വീണ്ടും 1 gram ആഡ് ചെയ്തു, അതും ഡിസോൾവ് ചെയ്തു. വീണ്ടും 1 gram ആഡ് ചെയ്തു, ഡിസോൾവ് ചെയ്തോ? അതും ഡിസോൾവ് ചെയ്തു. ഇപ്പോൾ ടോട്ടൽ എത്ര ഗ്രാമാണ് ഡിസോൾവ് ചെയ്തത്? 3 gram സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്തു.
അപ്പോൾ ഈ വാട്ടറിൽ മാക്സിമം ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 3 gram ആണ്. ഈ 3 ഗ്രാമിനെ പറയുന്ന പേരാണ് സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഈ സോലുബിലിറ്റി നമ്മൾ എസ് ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൊല്യൂട്ടിന്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ് സോലുബിലിറ്റി. It is the maximum amount of solute that can be dissolved in a given mass of a solvent. ഓക്കെ, നിങ്ങൾ ഓർക്കണേ, നമ്മൾ വരുന്നത് ഇവിടെ നിന്നാണ്. ലിക്വിഡ് സൊല്യൂഷന്, ആ ലിക്വിഡ് സൊല്യൂഷനിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തത് സൊല്യൂട്ട് സോൾഡ് സ്റ്റേറ്റിൽ വരുന്നു. അതാണ് നമ്മൾ ഈ പറയുന്നത്. ഇതിൽ ഡിസോൾവ് ചെയ്ത സൊല്യൂട്ടിൻ്റെ മാക്സിമം എമൗണ്ടിനെ പറയുന്ന പേരാണ് സോലുബിലിറ്റി. ഇത് ശരിക്കും നമ്മൾ +1 പഠിച്ചതാ, നിങ്ങൾ ഓർത്തിരിക്കണത് കേട്ടോ, സോലുബിലിറ്റി. ഇനി ഈ സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1 ടെമ്പറേച്ചർ, 2 പ്രഷർ, 3 നാച്ചർ ഓഫ് സൊല്യൂട്ട്, 4 നാച്ചർ ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇതിൽ ഒരിക്കലും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഈ സോളിഡ് ലിക്വിഡ് ഡിസോൾവ് ചെയ്യുമ്പോൾ പ്രഷർ ഇഫക്റ്റ് ചെയ്യുന്നില്ല, എന്താണ് കാരണം? അപ്പോൾ നിങ്ങൾ ഓർക്കണം, സോളിഡ് ലിക്വിഡ് ഈ 2 സാധനങ്ങൾക്കും എന്തില്ല, പ്രഷർ ഇല്ല. അതുകൊണ്ട് ആണ് ഇത് ഇഫക്റ്റ് ചെയ്യാത്തത്. നേരെ മറിച്ച് ഈ ഗ്യാസ് ആണ് ഈ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിലാണ് പ്രഷർ ഇഫക്റ്റ് ചെയ്യും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഞാൻ പറയാൻ പോകുന്ന നോക്കൂട്ടോ, നമ്മൾ ആദ്യം ഇതിൽ 1 gram സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പോൾ അത് ഡിസോൾവ് ചെയ്തല്ലോ. ഈ ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം അതിനെ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. 1 gram സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്തു, അപ്പോൾ അത് ഡിസോൾവ് ചെയ്തു. ഡിസോൾവ് ചെയ്ത പ്രവർത്തനമാണ് ഡിസൊല്യൂഷൻ. വീണ്ടും നമ്മൾ 1 gram ആഡ് ചെയ്തു, അതും ഡിസോൾവ് ചെയ്തു, ഡിസൊല്യൂഷൻ നടന്നു. റെഡി? ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന, ഈ 3 gram ആഡ് ചെയ്ത ഈ സൊല്യൂഷനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടുത്തെ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നു. വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ ഡിസോൾവ് ചെയ്ത സോഡിയം ക്ലോറൈഡ് സോളിഡ് ഫോമിലേക്ക് മാറും. ആ സോളിഡ് ഫോമിലേക്ക് മാറുന്നതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ ഓർ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ച് നോക്കിയേ. ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം ഡിസൊല്യൂഷൻ. ഡിസോൾവ് ചെയ്തവർ സോൾഡ് ഫോം. ഡിസോൾവ് ചെയ്തവർ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കണേ, സോഡിയം ക്ലോറൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ചൂടാക്കി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോയി. അപ്പോൾ അത് ഡിസോൾവ് ചെയ്ത സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്തു, സോൾഡ് ഫോമിലേക്ക് മാറി. ഈ പ്രവർത്തനമാണ് ക്രിസ്റ്റലൈസേഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നോക്കൂട്ടോ. അപ്പോൾ നമ്മൾ സോലിബിലിറ്റി എന്നുള്ള ടേം പറഞ്ഞു, ഡിസൊല്യൂഷൻ എന്നുള്ള ടേം പറഞ്ഞു, ക്രിസ്റ്റലൈസേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ടെമ്പറേച്ചർ ഈ ഡിസൊല്യൂഷന് അല്ലെങ്കിൽ സോലിബിലിറ്റിയെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണേ, കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ ഈ ഡിസൊല്യൂഷനില്ലേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കാം. ഈ NaOH ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അത് സോൾഡ് ഫോമിലാണ് ഉണ്ടാവുക. അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ആ ബീക്കറിൻ്റെ പുറത്ത് തൊട്ട് നോക്കി നോക്ക്, നല്ല ചൂടായിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പം അതിനർത്ഥം എന്താ, നമ്മൾ അതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുമ്പോൾ ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, ആ സമയത്ത് ഹീറ്റ് പുറത്തേക്ക് ഇവോൾവ് ചെയ്യും. അത് എൻഡോതെർമിക്കാണ്. ഇനി നേരെ തിരിച്ച് വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ നമ്മൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. അതാണ് നല്ലത്. അമോണിയം ക്ലോറൈഡ് NH4Cl, അത് സോൾഡ് ഫോമിലാണ്ടാവാം. അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിച്ച് നമ്മൾ പുറത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും ഉണ്ടാവാം. അതിനർത്ഥം എന്താ അറിയോ, അത് ഹീറ്റ് അബ്സോർബ് ചെയ്തു. അതുകൊണ്ടാണ് സറൗണ്ടിങ്സിൽ ടെമ്പറേച്ചർ കുറഞ്ഞത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ 2 രീതിയിലാവാം. ഒന്നുകിൽ എൻഡോതെർമിക് ആവാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം.
ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ എന്ന് പറയും. ഈ ഡിസൊല്യൂഷൻ ഒന്നുകിൽ എൻഡോതെർമിക് ആവാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം. ഓക്കെ, അത് മനസ്സിലാവാനാണ് ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി ഞാൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചൊരു സംഭവമുണ്ട്, ലെ ഷാറ്റിൽ പ്രിൻസിപ്പിൾ. ഓർക്കുന്നില്ലേ? എന്താ ലെ ഷാറ്റിൽ പ്രിൻസിപ്പിൾ? ലെ ഷാറ്റിൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ആ മാറ്റം ഇല്ലാതാക്കാൻ വേണ്ടി ആ സിസ്റ്റം ശ്രമിക്കും. ഇതിന് പറയുന്ന പേരാണ് ലെ ഷാറ്റിൽ പ്രിൻസിപ്പിൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ ടെമ്പറേച്ചർ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? സിസ്റ്റം ആ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യണം. ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാണ്? എൻഡോതെർമിക് ആണ്. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇതിൽ വേറൊരു സംഭവം എന്താ അറിയോ? നമ്മൾ ഒരു റിയാക്ഷൻ എടുത്ത് എ ഗീവ്സ് ബി എന്നുള്ള റിയാക്ഷൻ എടുത്തു. ആ റിയാക്ഷനിൽ എ ബി ആയിട്ട് മാറുന്ന പ്രവർത്തനം എൻഡോതെർമിക് ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനം എന്തായിരിക്കും അറിയോ? എക്സോതെർമിക് ആണ്. അപ്പോൾ ഈ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ കുറയാന്നർത്ഥം. അപ്പോൾ ഇതിന് ഇങ്ങനൊരു അർത്ഥം കൂടെ ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻഡോതെർമിക് കൂടി, അപ്പോൾ എക്സോതെർമിക് കുറഞ്ഞു. ക്ലിയർ? നമ്മൾ വന്നത് എവിടുന്നാ? ഡിസൊല്യൂഷൻ. ഒരിക്കലും ഓർക്കണേ, സോളിഡ് സൊല്യൂട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസോൾവ് ചെയ്ത എമൗണ്ട് ആണ് സോലിബിലിറ്റി. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചർ ആണ്. ഈ ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം ഡിസൊല്യൂഷൻ ആണ്. ഡിസോൾവ് ചെയ്തവർ സോളിഡ് ഫോമിലേക്ക് മാറുന്നത് ക്രിസ്റ്റലൈസേഷൻ ആണ്. നോക്കൂ, ഇവിടേക്ക് തന്നെ തിരിച്ചു പോവാം. ഈ ഡിസൊല്യൂഷൻ രണ്ട് ടൈപ്പ് ഉണ്ടാവാം, എൻഡോതെർമിക് ഉണ്ടാവാം, എക്സോതെർമിക് ഉണ്ടാവാം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഡിസൊല്യൂഷൻ ചുരുക്കി എഴുതുന്ന ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ്. എൻ്റെ ക്വസ്റ്റ്യന് ഒരിക്കൽ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എൻട്രൻസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടെമ്പറേച്ചർ ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടോ കുറയോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ? ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ എൻഡോതെർമിക് കൂടും. എൻഡോതെർമിക് കൂടുമ്പോൾ ഡിസൊല്യൂഷൻ കൂടില്ല ചെയ്യുന്നത്. ഓക്കെ, ഡിസൊല്യൂഷൻ കൂടാണ്, ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനം കൂടാണ്. അപ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോലിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇനി ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെന്ന് വിചാരിക്കുക. ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സോതെർമിക് എന്താ സംഭവിക്കുക? കുറയല്ല ചെയ്യാം. അതിനർത്ഥം ഡിസൊല്യൂഷൻ കുറയാന്നല്ല അർത്ഥം. ഡിസൊല്യൂഷൻ കുറയുമ്പോൾ സോലിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. ഇനി അതിൻ്റെ ബാക്കി വരുന്ന 1-2 പോയിന്റ്സും കൂടെ നമ്മൾ പറയുന്നത്, ഈ സോഡിയം ക്ലോറൈഡിൽ ആദ്യം നമ്മൾ 1 ഗ്രാം ആഡ് ചെയ്തില്ലേ? ഈ 1 ഗ്രാം ആഡ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്തല്ലോ. വീണ്ടും നമ്മൾ 1 ഗ്രാം ആഡ് ചെയ്തു, അതും കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസ് അതിലങ്ങനെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളതിനെ പറയുക അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്നാൽ നമ്മളതിൽ മാക്സിമം ഡിസോൾവ് ചെയ്യുന്ന എമൗണ്ട് 3 ഗ്രാമാണ്. വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്യൂല. കാരണം ഓക്കെ, സോഡിയം ക്ലോറൈഡ് വീണ്ടും ആഡ് ചെയ്താൽ ഡിസോൾവ് ചെയ്യൂല. ആ ഒരു 3 ഗ്രാം ആഡ് ചെയ്തൊരു സമയമുണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന പേര് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ജസ്റ്റ് ആ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ? അപ്പോൾ സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ്. ഇനി നമ്മൾ നേരത്തെ ഡിസൊല്യൂഷൻ പറഞ്ഞു, ക്രിസ്റ്റലൈസേഷൻ പറഞ്ഞു. ഇനി ഇവിടെ നോക്കൂ, നമ്മൾ വേറൊരു സംഭവം പറയാം. ഇപ്പോൾ വാട്ടർ എടുത്തു നമ്മൾ. ഈ വാട്ടർ H2O, ഈ H2O നമ്മൾ പറയാം പോളാർ സോൾവെൻ്റ് എന്നാണ് പറയാം. പോളാർ സോൾവെൻറ്റ്. ഓക്കെ, അതുപോലെ നോൺ പോളാർ സോൾവെൻറ്റിന് എക്സാമ്പിളാണ് ബെൻസീൻ, അതുപോലെ കാർബൺ ഡൈസൾഫൈഡ്. ഇതൊക്കെ നോൺ പോളാർ സോൾവെൻ്റ് ആണ്. ഇത് പോളാർ സോൾവെൻ്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ സോൾവെൻറ്റിലേക്ക് നമ്മൾ ആൽക്കഹോൾ ചേർക്കുകയാണെങ്കിൽ, വാട്ടറിലേക്ക് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് സോലിബിളാണ്.
എന്നാൽ നിങ്ങൾ വാട്ടറിലേക്ക് നിങ്ങൾ ഓയിൽ ആഡ് ചെയ്ത് നോക്കിയേ, ഓയിൽ എണ്ണ ഇതാ ആഡ് ചെയ്ത് നോക്കൂ, ഡിസോൾവ് ചെയ്യോ? ഇല്ല, ഇൻസോലിബിൾ ആണ്. അപ്പം ഈ ഓയിൽ നോൺ പോളാറാണ്. അപ്പം ഈ നോൺ പോളാർ സോൾവെൻറ്റിൽ ഇൻസോലിബിൾ ആണ്. ആൽക്കഹോള് പോളാറാണ്, അതുകൊണ്ട് അത് വാട്ടറിൽ സോലിബിൾ ആണ്. ഇനി നേരെ തിരിച്ച് നമ്മൾ ഓയിൽ നമ്മൾ ഇതിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് സോലിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നോക്കി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. പോളാർ സോൾവെൻറ്റിൽ പോളാർ സൊല്യൂട്ട് സോലിബിൾ ആണ്, നോൺ പോളാർ സൊല്യൂട്ട് ഇൻസോലിബിൾ ആണ്. അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട് സോലിബിൾ ആണ്, പോളാർ സൊല്യൂട്ട് എന്താണ്? ഇൻസോലിബിൾ ആണ്. ഈ ഒരു നിയമം, അപ്പോൾ സോലിബിലിറ്റിയെ നമ്മൾ പറയുന്ന ഒരു നിയമമാണത്. ഒരുപോലെയുള്ളതിൽ ഡിസോൾവ് ചെയ്യാം. ആ നിയമത്തെ പറയുന്ന പേരാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പം നമ്മളിവിടെ പറഞ്ഞ ടേംസ് ഒക്കെ ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ സോലിബിലിറ്റി അതിൻ്റെ സൂചിപ്പിക്കുക എസ് എന്നാണ്. അതിൽ മാക്സിമം ഡിസോൾവ് ചെയ്യുന്ന, അതായത് ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്ത മാക്സിമം സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ആണ് സോലിബിലിറ്റി. ഇനി ഈ സോലിബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെ നാച്ചർ ഓഫ് സൊല്യൂട്ട്, നാച്ചർ ഓഫ് സോൾവെൻറ്റ്. ഇനി ഒരു സോളിഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ഇഫക്റ്റ് ചെയ്യൂല. അതിൻ്റെ കാരണം സോളിഡിനും ലിക്വിഡിനും പ്രഷർ ഇല്ല. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഡിസൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. എൻഡോതെർമിക് ഡിസൊല്യൂഷൻ, ടെമ്പറേച്ചർ പറഞ്ഞപ്പോൾ ഡിസൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ അത് എൻഡോതെർമിക് ആവാം, അല്ലെങ്കിൽ എക്സോതെർമിക് ആവാം. എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കൂടും. എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയും. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ലെ ചാറ്റൽ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, അതുപോലെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്താൽ ഡിസോൾവ് ചെയ്യൂല. അൺസാച്ചുറേറ്റഡിലാണ് വീണ്ടും സൊല്യൂട്ട് ആഡ് ചെയ്താൽ ഡിസോൾവ് ചെയ്യും. ഇനി ഡിസോൾവ് ചെയ്യുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ. ഡിസോൾവ് ചെയ്തവർ സോൾഡ് ഫോമിലേക്ക് മാറുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞു ഈ സോലിബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ടേം ആണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ വേഗം പറഞ്ഞൊരു എക്സാമ്പിളാണ് വാട്ടറിൽ ആൽക്കഹോൾ സോലിബിൾ ആണ്. അപ്പോൾ വാട്ടറും ആൽക്കഹോളും പോളാറാണ്. വാട്ടറിൽ ഓയിൽ ഇൻസോലിബിൾ ആണ്, ഓയിൽ നോൺ പോളാറാണ്, വാട്ടർ പോളാറാണ്. അപ്പം ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻറ്റിൽ സോലിബിൾ ആണ്, എന്നാൽ നോൺ പോളാർ സൊല്യൂട്ട് എന്താണ്? ഇൻസോലിബിൾ ആണ്. അപ്പോൾ ഒരുപോലെ ഉള്ളതിൽ സോലിബിൾ ആണ്. അതിനപ്പോൾ ആ ഒരു നിയമത്തെ പറയുന്ന പേരാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം സിമ്പിൾ പോയിന്റ്സ് ആണ്.